അതുപോലെ മണിക്കുട്ടാ, നിങ്ങളെ കുളു മണാലിയൊക്കെ പോയില്ലേ? പോയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ അവിടെ ഭയങ്കര ചൂടാളിയാ. ചൂട് കാരണം ഈ മഞ്ഞുമലകളൊക്കെ ഉരുകി താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. 40 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടാ. ചൂട് മഞ്ഞ് സമയത്ത് ചൂടാ? ചൂടാ, ഭയങ്കര ചൂടാ. അതുകൊണ്ട് കൂടുതൽ ദിവസം ഞങ്ങൾ അവിടെ നിന്നില്ല, പെട്ടെന്ന് നീ പോകുന്നു. എന്തായാലും കുറെ പൈസയൊക്കെ ചെലവായില്ലേ? പൈസ 19,000 രൂപ ചെലവായി. അത് പിന്നെ അവള് PF ലോൺ എടുത്തായിരുന്നു. 50,000 രൂപ. എനിക്കൊരു കാര്യം അറിയണം. ഞാൻ എന്റെ ചേട്ടത്തിനെ ചേട്ടത്തി വിളിക്കുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? എനിക്ക് തോന്നിയില്ല. ചേട്ടന് തോന്നിയോ? ഇല്ല. ശരിക്കും തോന്നിയോ? ഇല്ലല്ലോ. മാമന് തോന്നിയായിരുന്നു. മാമന് തോന്നിയോ? അല്ല, ഇവർക്ക് എല്ലാവർക്കും തോന്നിയപ്പോ എനിക്കും തോന്നി, അതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും തോന്നിയല്ലേ? നിങ്ങളൊക്കെ എന്നെ പറ്റി എന്തോന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ചേട്ടത്തിയെ കല്യാണം കഴിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. അതിന് ഞാൻ എതിർത്തിരുന്നു, അത് സത്യമാണ്. പക്ഷെ സമയം ഇത്രയൊക്കെ ആയില്ലേ, ഞാനത് അംഗീകരിച്ചു കഴിഞ്ഞു, ഞാൻ ഓക്കെ ആയി കഴിഞ്ഞു. മനസ്സിലായോ? പിന്നെ എന്റെ മനസ്സിൽ ഞാൻ ഒരാൾക്ക് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആ ആളെ പറ്റി ഞാൻ അതീവ പൊസസീവ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ ആ പൊസസീവ്നെസിന്റെ ഭാഗമാണ്. ഞാനിങ്ങനെ ചേട്ടത്തി എന്ന് വിളിക്കുന്നതിൽ ചേട്ടത്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിളിച്ചു നോക്കട്ടെ. ചേട്ടത്തി ഒന്നിങ്ങ വന്നേ. ചേട്ടത്തി ഇപ്പൊ വരും, നമുക്ക് ചോദിക്കാം. സമാധാനപ്പെടും. ചേട്ടത്തി വന്നേ. എന്താ ചേട്ടത്തിനെ ഞാൻ ചേട്ടത്തി എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഉദ്ദേശമുണ്ട് എന്ന് ചേട്ടത്തിക്ക് തോന്നിയിരുന്നോ? എനിക്കോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മണിക്കുട്ടി എന്നെ ചേട്ടത്തിന്ന് തന്നെ വിളിച്ചോ. പിന്നെ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഞാൻ മണിക്കുട്ടി ചേട്ടത്തിയാണല്ലോ. കണ്ടാ ചേട്ടത്തിക്ക് ഞാൻ ചേട്ടത്തിന്ന് വിളിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. എന്റെ ചേട്ടത്തി. അയ്യോ, മാമി പറഞ്ഞത് അപ്പം ചേട്ടത്തിന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലാന്ന്. ചേട്ടത്തി എങ്ങനെ പറയത്തില്ല? നിനക്ക് തോന്നിയിരിക്കും. എടി, അതെ, ഈ കളിയാക്കുന്ന രൂപത്തിൽ ചേട്ടത്തി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതേസമയം സ്നേഹത്തോടെ ചേട്ടത്തി എന്ന് വിളിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടും. എന്തായിരുന്നാലും ഒരു കാര്യം സന്തോഷമായി, ഇവരെ തമ്മിലുള്ള സൗന്ദര്യപ്പെടൊക്കെ മാറിയല്ലോ. ഞങ്ങള് തമ്മിൽ പിണക്കോ? എപ്പോ? അതെ. എന്തോന്ന് പറയണേ? ചേട്ടത്തി ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞോണ്ടിരുന്ന ശരിയാവില്ല. വാ, നമുക്ക് അടുക്കളയിൽ വേണ്ട ഒരുപാട് കാര്യമാണ്. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ചേട്ടത്തി വാ. ഇവിടെ ഇപ്പൊ എന്തോ സംഭവിച്ചേ? എന്തോ സംഭവിക്കാൻ? നിനക്കൊരു കാര്യം അറിയോ? സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ കുത്തിക്കൊല്ലും. അതാണ് എന്റെ മണിക്കുട്ടി. എന്നാലും അവർ രണ്ടുപേരും കൂടെ പോയ പോക്ക് കണ്ടോ? ഒരമ്മ പെറ്റ നാത്തുമാരെ പോലെ. ഒരമ്മ പെറ്റ നാത്തുമാരെ പോലെ എന്നല്ല, ഒരമ്മ പെറ്റ അച്ഛന്മാരെ പോലെ. മണിക്കുട്ടാ, നമുക്കേ ഒന്ന് പോയി നോക്കിയാലോ? അയ്യേ, ഒളിഞ്ഞു നോക്കാനല്ല, അവരുടെ സ്നേഹപ്രകടനം ഒന്ന് കാണണം. അത് കൊള്ളാം. കൊള്ളാല്ലേ? എന്നാ പോ. ചേട്ടത്തി ഇങ്ങ് വന്നേ. എന്റെ ചേട്ടത്തി ഇവിടെ ഇരുന്നേ. ചേട്ടത്തിക്ക് ഞാൻ നല്ല മസാല ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണേ. പക്ഷേ ഇനി അത് ചൂടാക്കി വരുമ്പോ കുറച്ച് സമയം എടുക്കും. അതിന് വരെ ഞാൻ വേറെ സ്ഥലം തരാം. സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാ ചേട്ടത്തിക്ക് വേണ്ടിട്ട്. നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ്. ചേട്ടത്തി അങ്ങോട്ടങ്ങോട്ട് സ്പീഡിലങ്ങോട്ട് വലിച്ചു കുടിച്ചെന്റെ ചേട്ടത്തി. എന്നാലും എന്റെ മണിക്കുട്ടിക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, എന്റെ സ്നേഹം ചേട്ടത്തി മനസ്സിലാക്കാൻ ഇരിക്കണതേ ഉള്ളൂ. അയ്യോ, കുടിക്ക്. ചേട്ടത്തിക്ക് ഞാൻ ചേട്ടത്തി എന്ന് വിളിക്കുമ്പോഴേ നല്ലോണം ദേഷ്യം വരാറുണ്ടോ? അല്ല, മണിക്കുട്ടിക്ക് ഇഷ്ടമുള്ള പേരെന്നെ വിളിച്ചോ. പിന്നെ മണിക്കുട്ടി എന്നെ ചേട്ടത്തിന്ന് വിളിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് കിട്ടിയോ? ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് കേൾക്കുമ്പോഴേ, ചേട്ടത്തീന്ന് കേൾക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവുള്ളൂ ഇല്ലേ? അതെ. പക്ഷെ എനിക്കും മനസ്സമാധാനം വരണെങ്കിലേ ഞാനും ചില പേരുകളൊക്കെ തിരിച്ചു വിളിക്കണ്ടേ. എന്ത് പേര് വിളിക്കാനാ? ഞെട്ടില്ല, വട്ടയില്ല, പപ്പടം. നീ എന്റെ ഇരട്ടപ്പേര്, നാട്ടിലെ ഇരട്ടപ്പേരല്ലേ ചേട്ടത്തിന്ന് വിളിക്കുന്നേ? എനിക്കത് മനസ്സിലായില്ലെന്നാ വിചാരിച്ചേ? പപ്പടം, മുതലക്കണ്ണി, ചീങ്കണ്ണി, മത്തങ്ങ. നിനക്കും എന്റെ പേരുകളൊക്കെ അറിയാം.
എന്താണ് എന്റെ മൂക്കിൽ ഒരു കുഴപ്പം? നിന്റെ ഓന്തിന്റെ മൂക്കാ, ഓന്തിന്റെ മൂക്ക് ഇതിലും ഭേദാ. ഞാൻ നിന്റെ മൂക്കിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ ഒരു പേരെ വിളിച്ചോളൂ. ഇനി എന്നെ കൊണ്ട് വേറെ പേര് വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് ഓടും. SI എന്നുള്ള പേരൊക്കെ മാറും കേട്ടോ. ഞാനൊരു SI എന്നുള്ള കാര്യം നീ മറക്കരുത്. ആ SI ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ ഇവിടെ SI സമയം വന്നല്ലേ നിന്റെ തൊപ്പിട്ട് ഞാൻ വെള്ളത്തുകളെ മുട്ടുകൾ എന്റെ വീട്ടിൽ നിന്ന് മുട്ടുകളെ തള്ളിയാ നിന്നെ ഞാൻ മൊത്തത്തിൽ നിങ്ങൾ തീരുമാനിക്കേ. ഞാൻ വേണം നിങ്ങളുടെ പെങ്ങളെ പറ. എന്താ ഉണ്ടക്കണ്ണ വെച്ച് നോക്കിയിരിക്കുന്നത്? ഇപ്പൊ പറ എന്നിട്ട് മതി ബാക്കി. എനിക്ക് അവള് മതി, എനിക്ക് അവള് മതി. അത് നടക്കത്തില്ല. ഞാൻ വേണോ ഇവള് വേണോ? അങ്ങനെ പറയത്തില്ലടി, അവർക്ക് ഞാൻ മതി. അതെ പറയത്തില്ല. നീ വന്നതിന് ശേഷം അങ്ങനെ ഒരു കഴിവില്ലാത്തവനായിപ്പോയി. എന്റെ നല്ലോണം ചേട്ടനെ വളച്ചോടുത്ത് ഈ പരുവത്തിലാക്കിയല്ലോ നീ. എന്റെ കെട്ടിന് നീ കഴിവില്ലാത്തെന്ന് പറയാ. എന്റെ ചേട്ടനെ പറ്റി നീ പറഞ്ഞ നീ ഓർക്കണത്. അത് എന്റെ കഴിവാകട്ടോ. ആ കഴിവ് എനിക്ക് മനസ്സിലായി. നല്ലൊരു ചേട്ടന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കേ. എന്താന്നിത് മണി? ഇവിടെ ആരൊക്കെ വേണം തീരുമാനിക്കണം? ഞാനാണ്. ഇതെന്റെ വീടാണ്. അങ്ങനെ പറഞ്ഞു സ്ത്രീകുട്ടികളും കൂടെ പറയുന്നത്. ഓ സ്നേഹമായിട്ട് പോട്ടെന്ന് ചോദിച്ചപ്പോ രണ്ടുപേരും കൂടെ അങ്ങ് തലയിൽ കയറുക ഒരുമാതിരി ചന്ത പിള്ളേരെ പോലെ. നീ ഇനിയെ ചേട്ടത്തി വിളിച്ച് കളിയാക്കോ? ഉറപ്പാണല്ലോ. അതുപോലെ ഇനി ഇവിടെ പപ്പടം എന്ന് വിളിക്കുവോ? പ്രശ്നമൊക്കെ സോൾവ് ആയല്ലോ ഇല്ലേ? ഇനി ഈ കാര്യം ഇവിടെ ആരും ഒന്നും പറയണ്ട. ഹായ് പപ്പടം, പപ്പടം.